വിശുദ്ധ ഖുർആനിൽ ജല്ല ജലാലുവായ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, കുല്ലിൽ മുഅ്മിനാത്തി യഗ്ളുദുന മിൻ അബ്സാരിഹിന്ന, മുഅ്മിനാത്തുകളായ പെണ്ണുങ്ങളോട് നബിയെ തങ്ങൾ പറയണം, അന്യ പുരുഷന്മാർ കാണുന്നതിനെ തൊട്ട് യഗ്ളുദുന മിൻ അബ്സാരിഹിന്ന, അവർ കണ്ണുകൾ ചിമ്മട്ടെ, കണ്ണ് ചിമ്മണം, അന്യ പുരുഷന്മാരെ കണ്ടുകൂടാ. വയഹ്ഫദ്ന ഫുറൂജഹുന്ന, അനിവാര്യമായ ഘട്ടങ്ങൾ ഇതിൽ നിന്ന് ഒഴിവാണ്, അനിവാര്യമായ ഘട്ടങ്ങൾ ഇതിൽ നിന്ന് ഒഴിവാണ്. അതല്ലാത്ത ഘട്ടങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത്. അവർക്കുള്ള ഗുഹ്യഭാഗങ്ങളെ അവർ സംരക്ഷിക്കണം. വലാ യുബ്ദീന സീനത്തുഹുന്ന, അവൾക്കുള്ള അവരുടെ അഴകുകൾ അവർ പ്രദർശിപ്പിക്കാൻ പാടില്ല, അവരുടെ അഴകുകൾ അവർ പ്രദർശിപ്പിക്കരുത്. വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ. وعن أم علقمة بن أبي علقمة قالت رأيت حفصة بنت عبد الرحمن بن أبي بكر. ഇമാം ഇബ്നു കസീർ ഉദ്ധരിക്കുന്ന റിപ്പോർട്ടിൽ കാണാം, അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് അബ്ദുറഹ്മാൻ. ആ അബ്ദുറഹ്മാന്റെ മകളാണ് ഹഫ്സ. ഹഫ്സ പല പേരുള്ള ആൾക്കാരുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുറഹ്മാൻ എന്നവരുടെ മകൾ ഹഫ്സ. ആ ഹഫ്സ ആയിഷ ബീവിന്റെ അടുത്തേക്ക് വന്നു. ആയിഷ ബീവി, ഈ ഹഫ്സക്ക് ആയിഷ ബീവി ആരാ? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് അബ്ദുറഹ്മാൻ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ് ആയിഷ ബീവി. ഈ അബ്ദുറഹ്മാന്റെ മകൾ ഹഫ്സ ബീവി ആയിഷ ബീവിന്റെ അടുത്ത് വന്നു. അപ്പോ ആരടുത്താണ് ആയിഷ ബീവി? ആരായിരിക്കും? അമ്മായി ആയിരിക്കും. അമ്മായിന്റെ അടുത്ത് വന്നു, ബാപ്പാന്റെ പെങ്ങളടുത്ത് വന്നു. ഹഫ്സ ബീവി അമ്മായി ആകുന്ന ആയിഷ ബീവിന്റെ അടുത്ത് വന്നു. അങ്ങനെ വന്നപ്പോ അലൈഹാ ഖിമാറുൻ റഖീഖുൻ, ഹഫ്സ മുഖത്ത് ധരിച്ചിരിക്കുന്ന മുഖമക്കന നേരിയ മുഖമക്കനയാണ്. യശിഫു അൻ ജബീനിഹാ, ശരീരത്തിന്റെ നെറ്റിയൊക്കെ കാണുന്ന രൂപത്തിലുള്ള മുഖമക്കന ധരിച്ചിട്ട് ഹഫ്സ വന്ന സന്ദർഭത്തിൽ ഫശഖത്ഹു ആയിഷത്തു റളിയല്ലാഹു അൻഹാ അലൈഹാ, ആ മക്കൻ അങ്ങ് കീറിക്കളഞ്ഞു ആയിഷ ബീവി. ആ മക്കനെ അങ്ങ് കീറിക്കളഞ്ഞിട്ട് പറഞ്ഞു, അമാ തഅലമീന മാ അൻസലല്ലാഹു ഫിന്നൂർ, സൂറത്തുൻ നൂറിൽ ഹഫ്സ അല്ലാഹു പറഞ്ഞത് നീ അറിഞ്ഞിട്ടില്ലേ? ഈ രൂപത്തിൽ പരപുരുഷന്മാർ കാണുന്ന രൂപത്തിൽ ശരീരത്തിന്റെ വടിവുകൾ, ശരീരത്തിന്റെ വണ്ണ വലിപ്പങ്ങൾ പുരുഷന്മാർ കാണുന്ന രൂപത്തിലുള്ള വസ്ത്രം ധരിക്കരുതെന്ന് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നൂറിൽ പറഞ്ഞിട്ടില്ലേ? ഹഫ്സ, ഈ രൂപത്തിലുള്ള വസ്ത്രമാണോ നീ ധരിക്കുന്നതെന്ന് പറഞ്ഞ് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ തന്റെ സഹോദരന്റെ മകൾ ഹഫ്സ ധരിച്ചിരുന്ന വസ്ത്രം കീറിക്കളഞ്ഞു. ഉമ്മമാരെ, എൻ്റെ സഹോദരിമാരെ, പറയാതിരിക്കാൻ നിർവാഹമില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മരിച്ചതിന് ശേഷം പോലും ആ ഭാഗം മറ്റുള്ള പുരുഷന്മാർ കാണാതെ സൂക്ഷിക്കണമെന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പറയുന്നുവെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ആഖിറത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ്. മുത്തു റസൂലുള്ളാഹിനോട് കൂടെ സ്വർഗത്തിൽ പോകേണ്ടവരാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അയ്യുമംറഅത്തിൻ ഇസ്തഅതറത് ഫമറത് അലാ ഖൗമിൻ ലിയജ്ദു റീഹഹാ ഫഹിയ സാനിയത്തുൻ. അത്തർ വരട്ടിയിട്ട് ഒരു പെണ്ണ് പുറത്തേക്ക് ഇറങ്ങി, അവളെ അത്തറിന്റെ മണം മറ്റു പുരുഷന്മാർ ശ്വസിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടെ അത്തർ വരട്ടിയിട്ട് സുഗന്ധം ഉപയോഗിച്ച് പെണ്ണ് പുറത്തേക്ക് ഇറങ്ങിയാൽ ഫഹിയ സാനിയത്തുൻ, അവൾ വ്യഭിചരിച്ച പെണ്ണാണെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അനിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ വിശുദ്ധ ഖുർആൻ വല്ലാതെ അറിയുന്ന, മുത്ത് റസൂലുള്ളാഹി ദുആ ചെയ്ത അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ വാക്ക് ഇവിടെ മഖ്ദൂം തങ്ങളുടെ മുറ്റത്തിരിക്കുന്ന എൻ്റെ ഉമ്മമാരോട്, സഹോദരിമാരോട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. ലഅന റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ ലഅനത്ത് ചെയ്തിരിക്കുന്നു. ലഅന റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ ലഅനത്ത് ചെയ്തിരിക്കുന്നു, ശപിച്ചിരിക്കുന്നു. റഹ്മത്തിനെ തൊട്ട് അകറ്റിയിരിക്കുന്നു, അവർക്ക് റഹ്മത്തില്ലെന്ന് പറഞ്ഞിരിക്കുന്നു. റസൂലുള്ളാഹ് ശപിച്ചിരിക്കുന്നു. അൽ മുതശബ്ബിഹീന
മിനർ റിജാലി ബിന്നിസാ. സ്ത്രീകളുടെ വസ്ത്രം ധരിക്കുന്ന പുരുഷന്മാരെ, സ്ത്രീകൾ വസ്ത്രം ധരിക്കുന്നത് പോലെ വസ്ത്രം ധരിക്കുന്ന, അവരെ പോലെ വസ്ത്രം ധരിക്കുന്ന, അവരുടെ വസ്ത്രം, സ്ത്രീയുടെ വസ്ത്രം ധരിക്കുന്ന, സ്ത്രീ ചമയുന്ന പുരുഷന്മാർ, അവരെ മുത്ത് റസൂലുള്ളാഹി ലഅനത്ത് ചെയ്തിരിക്കുന്നു. വൽ മുതശബ്ബിഹാതി മിനൻ നിസാഇ ബിർരിജാൽ. പെണ്ണുങ്ങളെ കൂട്ടത്തിൽ നിന്ന് പുരുഷന്മാര് ധരിക്കുന്നത് പോലത്തെ വസ്ത്രം ധരിക്കുന്ന പെണ്ണുങ്ങളെയും അള്ളാന്റെ റസൂല് ലഅനത്ത് ചെയ്തിരിക്കുന്നു. അബ്ദുൽ വാസിന്റെ വകയല്ല, മഖ്ദൂം തങ്ങളുടെ വകയല്ല, സമസ്തയുടെ വകയല്ല. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുകയാണ്, സഹാബിമാരിൽ അഗ്രഗണ്യനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ലഅന റസൂലുള്ളാഹി എന്നാണ് പറയുന്നത്. ഉമ്മമാരെ ശ്രദ്ധിക്കണേ, നിങ്ങൾ ശ്രദ്ധിക്കണേ. ലഅന റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലാണ് ലഅനത്ത് ചെയ്തത്. വൽ മുതശബ്ബിഹാതി മിനൻ നിസാഇ ബിർരിജാൽ. പുരുഷന്മാര് ധരിക്കുന്ന വസ്ത്രങ്ങൾ, ആ രൂപത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്ന പെണ്ണുങ്ങളെ ആരായിരുന്നാലും ശരി, അല്ലാഹുവിന്റെ റസൂൽ ലഅനത്ത് ചെയ്തിരിക്കുന്നു.